നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. നമ്മുടെ പുതുപ്പള്ളി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിലെ റാസ വരുന്ന വഴിയോരങ്ങളെല്ലാം പുതുപ്പള്ളിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം ഇവിടെ പണിയുന്നുണ്ട്. നമുക്ക് അവരോട് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. നമുക്ക് അവരെല്ലാവരും ഒന്ന് കാണുകയും ചെയ്യാം. ഇത് പുതുപ്പള്ളിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. പുതുപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിലെ റാസ കടന്നു വരുന്ന വഴിയോരങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി പള്ളിയുടെ അവിടുന്ന് നിലയ്ക്കപ്പള്ളി, അതുപോലെ തന്നെ പുതുപ്പള്ളി കവല, പള്ളിയുടെ അങ്ങോട്ടുള്ള വഴിയോരങ്ങളെല്ലാം അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ വിവിധ കുരിശടികളിൽ നിന്നുള്ള റാസകളെല്ലാം കവല കേന്ദ്രീകരിച്ചാണ് വരുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇവർ ക്ലീനിങ് ആരംഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരുപാട് പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലവട്ടം അവരുടെ വീഡിയോ ഒക്കെ എടുത്തതാണ്. തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സേവനം തന്നെയാണ് ഹരിതകർമ്മസേന നമ്മുടെ നാടുകളിലെല്ലാം ചെയ്യുന്നത്. പുതുപ്പള്ളി മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിലും ഇതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ സേവനം ലഭ്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തോളമായി ഇവർ ക്ലീനിങ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ട് മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ ദിവസങ്ങൾ. ചാണ്ടിന്ന് നന്നാണോ? അതെ അതെ. നമ്മുടെ പുതുപ്പള്ളി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചാണ് നിങ്ങൾ ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നത്? പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് റാസ പോകുന്ന വഴികളെല്ലാം പഞ്ചായത്തിന്റെ പഞ്ചായത്തുകാർ പറഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ്ങിന് ചെയ്യുന്നു. എവിടെ തൊട്ടാ ചെയ്യുന്നത്? പുതുപ്പള്ളി പള്ളിയുടെ വാതിലിന്റെ അവിടെ തൊട്ട് റാസ കടന്നു പോകുന്ന വഴികൾ നമ്മുടെ നിലയ്ക്കപ്പള്ളി വരെയുള്ള പഞ്ചായത്ത്, അങ്ങനെ ആ റാസ കടന്നു പോകുന്ന വഴികളിലെല്ലാം ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ മുഴുവനുണ്ടോ? എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. എന്നാ തുടങ്ങിയത്? എന്നാ ഞങ്ങളിപ്പോ പള്ളിയുടെ അവിടെ ഞങ്ങള് 3-ാം തീയതി തൊട്ട് 2-ാം തീയതി തൊട്ട് തുടങ്ങി. ഇപ്പൊ ഈ വഴിയുടെ ക്ലീനിങ് നമ്മൾ ഇന്നാണ് 4-ാം തീയതി. നമ്മൾ 8 ദിവസം ഉണ്ട് പള്ളിയിലെ ക്ലീനിങ്.